കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഇറങ്ങുന്നതിന് മുൻപ് കണക്ക് അവതരിപ്പിക്കാൻ മനസ്സില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തോന്നിവാസങ്ങൾ പുസ്തകത്തിൽ എഴുതി വെച്ചാൽ കേസ് കൊടുക്കും. പാർട്ടി വെല്ലുവിളിക്കാൻ കുഞ്ഞികൃഷ്ണൻ ആരാണെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. മനസ്സില്ല, വെല്ലുവിളിയൊന്നും ഞാൻ അതൊന്നും ഏറ്റെടുക്കാനേ പോകുന്നില്ല. ആര് വെല്ലുവിളി, ആരാ വെല്ലുവിളിക്കുക? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരാൾ പിന്നെ എന്ത് വെല്ലുവിളി വിളിക്കുന്നത്? ഞങ്ങളതൊന്നും അന്വേഷിക്കാനേ പോകുന്നില്ല. തോന്നിവാസം പറയാൻ പുറപ്പെട്ടാൽ അതിന് കേസ് കൊടുക്കും. ജയരാജേട്ടൻ പറഞ്ഞാലും ഗോവിന്ദമാഷ് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇമാതിരി തോന്നിവാസം എന്തെങ്കിലും പത്രത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പുസ്തകത്തിലോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് കേസ് കൊടുക്കേണ്ടി വരും. അഭിജിത്ത് മുഴക്കുന്നു ചേരുന്ന വിശദാംശങ്ങളുമായി. അഭിജിത്ത്, പുസ്തകം പുറത്തിറങ്ങും മുൻപേ രക്തസാക്ഷി ഫണ്ടിലെയും പാർട്ടി ഫണ്ടിലെയും ഒക്കെ തട്ടിപ്പ് സംബന്ധിച്ച ആരോപണങ്ങളിലെ കണക്കുകൾ പുറത്തുവിടാമോ എന്നതായിരുന്നു വി കുഞ്ഞികൃഷ്ണന്റെ വെല്ലുവിളി. അത് ഏറ്റെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, പുസ്തകത്തിൽ എഴുതി പിടിപ്പിച്ച കാര്യങ്ങളുണ്ടെങ്കിൽ, അതിൽ തോന്നിവാസമുണ്ടെങ്കിൽ നിയമപരമായി നേരിടുമെന്ന് കൂടിയാണ് CPM-ന്റെ നിലപാട്. സംസ്ഥാന സെക്രട്ടറി അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്, അല്ലേ? തീർച്ചയായും വിനീത, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് കുഞ്ഞികൃഷ്ണൻ ഒരു വെല്ലുവിളി പാർട്ടിക്ക് മുന്നിലേക്ക് വെച്ചത്. തന്റെ പുസ്തകത്തിൽ താൻ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അത് പ്രത്യേകിച്ച് ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട ക്രമക്കേടാണ്. തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പാർട്ടി കണക്കുകൾ പുറത്തുവിടട്ടെ. അത് തന്റെ പുസ്തകം ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് ഈ കണക്കുകൾ പുറത്തുവിടാൻ പാർട്ടിക്ക് ധൈര്യമുണ്ടോ എന്നുള്ളതായിരുന്നു കുഞ്ഞികൃഷ്ണന്റെ ചോദ്യം. ഏതായാലും ഈ ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ നൽകിയിട്ടുള്ളത്. കണക്കുകൾ തങ്ങൾ പുറത്തുവിടും, പക്ഷേ പുസ്തകം ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് ഈ കണക്കുകൾ പുറത്തുവിടാൻ തങ്ങൾക്ക് മനസ്സില്ല എന്നുള്ളതാണ് MV ഗോവിന്ദൻ നൽകിയിട്ടുള്ള പ്രതികരണം. ഒപ്പം തന്നെ ഇതിൽ MV ഗോവിന്ദനോട് ചോദിച്ചൊരു ചോദ്യം, കൃത്യമായ രീതിയിൽ പേരുകൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. MB ജയരാജന്റെയും പിണറായി വിജയന്റെയും ഒക്കെ പേരുകൾ പുസ്തകത്തിൽ കുഞ്ഞികൃഷ്ണൻ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിനൊരു മറുപടി പറയാൻ പാർട്ടി ബാധ്യസ്ഥരല്ലേ? അതിന് പാർട്ടി സ്വാഭാവികമായും മറുപടി പറയേണ്ടി വരില്ലേ എന്നുള്ളതായിരുന്നു ചോദ്യം. അതിനുള്ള മറുപടിയായാണ്, അങ്ങനെ പേരുകൾ ഉണ്ട് എങ്കിൽ, തോന്നിവാസം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് കേസ് കൊടുക്കുന്നതിലേക്ക് തങ്ങൾ കടക്കും, നിയമപരമായി തന്നെ ഇതിനെ നേരിടും എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷെ അപ്പോഴും ചോദ്യം അവശേഷിക്കുകയാണ് വിനീത. ഇതിനൊരു മറുപടി എന്നുള്ളത് കൃത്യമായ കണക്കുകളാണ്. ആ കണക്കുകൾ പുറത്തുവിട്ടാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരില്ലേ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. അതിന് പാർട്ടി തയ്യാറാകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ശരി, കണക്കുകൾ ഏതായാലും പാർട്ടി അടുത്ത ദിവസം വാർത്താ സമ്മേളനം നടത്തി ജില്ലാ സെക്രട്ടറി തന്നെ പുറത്തുവിടുമെന്നാണ് CPM അറിയിക്കുന്നത്. പക്ഷേ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് മുൻപ്, നാളേക്ക് മുൻപ് കണക്കുകൾ പുറത്തുവിടാൻ മനസ്സില്ല എന്നതാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.